മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആകെ 13 പ്രതികൾ. കേസിൽ വീണ വിജയൻ 11ാം പ്രതിയാണ്. CMRL MD ശശിധരൻ കർത്തയാണ് കേസിൽ 1ാം പ്രതി. എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. 114 രേഖകളും 72 സാക്ഷികളും SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസ് പ്രത്യേക കോടതി ഈ ആഴ്ച തന്നെ നമ്പറിട്ട് പരിഗണിക്കുമെന്നാണ് വിവരം. അതേസമയം മാസപ്പടി കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നതായും വാർത്ത പുറത്തുവരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നടപടികൾ പുനരാരംഭിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ED കത്ത് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. കേസ് തേച്ചുമായ്ച്ചു കളയാനാകില്ലെന്നും ജനത്തിന് വാസ്തവം ബോധ്യപ്പെടണമെന്നുമാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചത്. EDയെ വിശ്വാസമില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ അടക്കം ഒത്തുകളിച്ചത് കണ്ടതാണെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. നേരത്തെ മാസപ്പടി കേസിൽ CMRL KSIDC ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം CMRL മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്. അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിണറായിയെ അടിക്കാൻ വേണ്ടി മകളെ കരുവാക്കിയതാണ്. വീണ പണം വാങ്ങിയത് നൽകിയ സേവനത്തിനാണെന്നും അതിന് നികുതിയും അടച്ചിട്ടുണ്ടെന്നും MA ബേബി പറഞ്ഞു. CMRLന് സർക്കാർ എന്ത് ആനുകൂല്യമാണ് നൽകിയതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ MA ബേബി ചോദിച്ചു. BJPയെ ചെറുക്കുന്നതിൽ CPM നിലപാട് ശരിയാണെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചിരുന്നു. CPMനെ വിമർശിക്കുന്ന VD സതീശൻ കോൺഗ്രസിൽ നടക്കുന്നത് എന്തെന്ന് മറക്കരുതെന്നും എന്തുകൊണ്ട് പിണറായി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നതെന്നും BJP ചെറുക്കാൻ വേണ്ടത് ജനപങ്കാളിത്തത്തോടെയുള്ള ആസൂത്രണമെന്നാണ് ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ MA ബേബി പറഞ്ഞത്. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കായി പാർട്ടി നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തുന്നുണ്ട്. വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗൗരവമല്ലെന്ന നിലപാടിലായിരുന്നു കഴിഞ്ഞ ദിവസം CPMന്റേത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിൽ അനുമതി കൊടുത്തത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടിട്ടാണെന്നും നിയമപരമായ വഴിയിലൂടെയാണ് നിജസ്ഥിതി തെളിയിക്കേണ്ടതെന്നുമായിരുന്നു പാർട്ടി വിലയിരുത്തലുണ്ടായിരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ നീക്കമാണിതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. രാഷ്ട്രീയ നീക്കം രാഷ്ട്രീയമായി നേരിടുമെന്നും പറഞ്ഞ MV ഗോവിന്ദൻ കൈക്കൂലിക്ക് ആരെങ്കിലും ടാക്സ് അടയ്ക്കുമോ എന്നും ചോദിച്ചു. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ CPMനെ കളങ്കപ്പെടുത്താനും മുഖ്യമന്ത്രിയുടെ ടാർച്ച് ചെയ്യാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നുമായിരുന്നു പ്രതികരണം. ബോധപൂർവം ഉണ്ടാക്കിയ കള്ളപ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. SFI അന്വേഷണം ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വരുന്നത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.